ഓണാഘോഷം അല്ലെങ്കിൽ നമ്മൾ ആഘോഷത്തിന് നിറവിൽ നിൽക്കുമ്പോൾ നമുക്ക് 2 അതിഥികളെയും കൂടി ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ നമ്മുടെയൊക്കെ ഇഷ്ടം നേടിയെടുത്ത ഒരു യുവതാരമാണ്. അതുപോലെ തന്നെ ഒരൊറ്റ സിനിമ കൊണ്ട് മലയാളി മനസ്സുകളിലേക്ക് മാലാഖയായി ചെന്നിറങ്ങിയ ഒരു നായികയും. ഇവർ രണ്ടുപേരെയാണ് ഞാൻ ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ ഷോയിൽ അതിഥികളായിട്ട് വിളിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ജോൺ കൈപ്പിള്ളി ആൻഡ് വീണ നന്ദകുമാർ. അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വാഗതം. അതായത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷ്വൽ ബ്യൂട്ടി ആയിട്ട് തോന്നി. ഒരു മലയാളിത്തം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ആൺകുട്ടിയും അതുപോലെ ഒരു മലയാളി മങ്കയും കൂടി ഇങ്ങനെ നടന്നു വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2 മനോഹരമായിട്ട് കസേരകൾ ഇവിടെ ഒരുക്കുന്നതായിരിക്കും. നമുക്ക് ഇരുന്ന് സമാധാനമായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തിട്ട് തുടങ്ങാം. റെഡി? റെഡി. ആദ്യമായിട്ടുള്ള ആ സിനിമ അനുഭവം, അതായത് ഫസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ? ഫസ്റ്റ് മൂവി ഏതാ? ഫസ്റ്റ് മൂവി എന്ന് പറയാൻ തട്ടത്തെ മറയത്തിലൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. പിന്നെ 1-2 പടങ്ങൾ ചെയ്തു. ആൻമരിയാണ് എന്റെ ഫസ്റ്റ് പടം എന്ന് പറയാൻ. ഓഡിഷൻ ത്രൂ ആണോ അതില്? അങ്ങനെയാണോ? ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് അവര് ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണോ തരാറ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ? എന്റെ സുഹൃത്താണ് ഡയറക്ടർ മിഥുൻ മാനുവൽ, എന്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു പടത്തിലൊരു സംഭവം ഉണ്ട്, സണ്ണിയാണ് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ ചെയ്തു. ഓഡീഷൻ 1-2 ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് വന്നത്. വീണയുടെ കാര്യത്തില് വീണ അരി പെറുക്കിയോ അതെയോ പെറുക്കാനുള്ള സാഹചര്യം വന്നോ, എങ്ങനെയായിരുന്നു? അതായത് ഭയങ്കര ഒരു മലയാള സിനിമയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു നായികയ്ക്ക് കടന്നു വരാൻ പറ്റിയ നല്ലൊരു എൻട്രി ആയിരുന്നു. നല്ല സിനിമയായിരുന്നു, നല്ല ക്രൂ ആയിരുന്നു, നല്ല കോസ്റ്റാർ ആയിരുന്നു. സോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയും. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതായത് ഫസ്റ്റ് അങ്ങനെ അത്രയും പ്രോമിനൻ്റ് ആയി നിൽക്കുന്ന ഒരു റോള് ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മൂവീസ് അങ്ങനെ എൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു കരിയർ. ഇറ്റ് ഹാപ്പൻഡ്. സോ അങ്ങനെ മാലാഖയായി നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇനിയും കുറേ സിനിമകൾ ചെയ്യാനുണ്ട് അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഓണമാണ്, ആഘോഷങ്ങളുടെ ഒരു സമയമാണല്ലോ. അപ്പൊ നമ്മൾ ഈ ആഘോഷങ്ങളിൽ എപ്പോഴും ഗെയിംസിന് വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. ഓണത്തിന് അറിയാലോ, ഓണത്തിന് എന്തൊക്കെ ഗെയിം കളിക്കാറുണ്ട്? ഓണത്തിന് സുന്ദരിക്ക് പൊട്ട് പൊട്ടുന്ന ഒരാള് അടിപൊളി. എന്ത് ജയിക്കാറുണ്ടോ? ഇവിടെ ഞാൻ പൂക്കള മത്സരമാണ് വെക്കാൻ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും പൂക്കളം ഇടണം. പക്ഷെ പൂവ് കൊണ്ട് നമ്മൾ പൂക്കൾ ഇടുന്നില്ല. നമ്മൾ ഒരു വെറൈറ്റിക്ക് പച്ചക്കറികൾ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കുന്നു. എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? അപ്പൊ ദാ ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് നോക്കുന്ന പോലെ നിങ്ങൾ നോക്കുക. കണ്ടോ, ക്യാരറ്റ് ഉണ്ട്, വെണ്ടയ്ക്കുണ്ട്, സവാളയുണ്ട്, തക്കാളിയുണ്ട്. ഇതെന്താണ്? വഴുതനങ്ങ ഓർ കത്തിരിക്ക. എന്തുണ്ട്? ബീട്രൂട്ട് ഉണ്ട്. ഈ പച്ചക്കറികളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യണം. ഞാൻ പൂക്കളത്തിന് മാർക്ക് ഇടുമ്പം പച്ചക്കറികൾ ഏതൊക്കെ യൂസ് ചെയ്തു, അതിന്റെ കളർ കോമ്പിനേഷൻ അതൊക്കെ ഞാൻ നോക്കും. അപ്പൊ വളരെ ഭംഗിയായിട്ട് 1 മിനിറ്റിനുള്ളിൽ നല്ലൊരു പച്ചക്കറി കളം നിങ്ങൾ ഉണ്ടാക്കണം. അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ ആദ്യം നമ്മൾ ആര്, ജോൺ വേണോ വീണ വേണോ? അതെ, കോപ്പി അടിക്കാനാണ്. അപ്പൊ എന്തായാലും വീണയാണ് ആ ദൗത്യം ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പൊ വീണ റെഡി അല്ലേ? റെഡി ആൻഡ് മ്യൂസിക്. നമ്മുടെ സമയം ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇനി ഉണ്ടാക്കരുത്. പൂ പച്ചക്കറി കളം, വഴുതനങ്ങയും ബീൻസും തക്കാളിയും ബീട്രൂട്ടും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാരറ്റ് എവിടെ? അതാണ് എല്ലാം ഉപയോഗിക്കണം. സമയം കൊടുക്കണ്ടേ? പിന്നെ 1 മിനിറ്റ് സമയം തരുള്ളൂ. അതാണ് നിങ്ങളുടെ സ്പീഡ് എത്രത്തോളം, നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ബുദ്ധി, ഇതൊക്കെ ഞാൻ നോക്കും. അപ്പൊ എന്തായാലും ആ പച്ചക്കറി അവിടെ ഇരിക്കട്ടെ. നമുക്ക് ജോണിലേക്ക് പോവാം. ജോൺ റെഡി ആണല്ലോ? മ്യൂസിക്.
സംഭവമാണ്. എല്ലാം യൂസ് ചെയ്തില്ല, ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോ കൺഫ്യൂഷൻ തീർക്കണമേ എന്റെ ദൈവമേ. ഞാൻ ഇവിടെ എടുക്കുന്ന എന്ത് തീരുമാനവും ഈ വേദിയിൽ വെച്ച് ഞാൻ ചെയ്യുന്ന കാര്യം മാത്രമാണ്. ഇത് ഇവർ രണ്ടുപേരുടെ മനസ്സിലുണ്ടാവരുത്. എനിക്കിപ്പോൾ കണ്ണടയ്ക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന പച്ചക്കറി തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ കൈപ്പിള്ളിയുടെ പച്ചക്കറി തോട്ടമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ നമ്മള് ഈ പൂക്കള മത്സരത്തിൽ വിജയിയായിട്ട് മിസ്റ്റർ ജോൺ കൈപ്പിള്ളിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. അപ്പൊ നമ്മുടെ ഗെയിമിൽ ജയിച്ചിരിക്കുന്ന ജോണിനുള്ള എന്റെ സമ്മാനം. റെഡി? ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം, ഇത്ര വിലപിടിപ്പുള്ള സമ്മാനം ജീവിതത്തിൽ എവിടെന്നെയും കിട്ടിയിട്ടുണ്ട്. എന്താ സാധനം? എന്താ ഇതിന്റെ ഉള്ളിൽ നിറച്ച് ചോക്ലേറ്റ്സ് ആണ്. വീട്ടിൽ പോയിട്ട് കഴിക്കാം. റെഡി? അപ്പൊ വീണ ജോൺ, നിങ്ങളുടെ ഓണാഘോഷത്തെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. ഓണാഘോഷം എന്ന് പറയുമ്പോൾ മനസ്സിലെന്താ? മുംബൈയിൽ ഓണം എങ്ങനെയാണ്? മുംബൈയിൽ ഓണം 10 ദിവസം ഞങ്ങള് അങ്ങനെ ചെറിയ പൂക്കളിടും, പിന്നെ ഓണത്തിന്റെ ദിവസം വലിയ പൂക്കളിടും, സദ്യ ഉണ്ടാവും, അമ്പലത്തിൽ പോവും. ലൈക്ക് അപ്പോഴൊക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ 2-3 years ആയിട്ട് ഞാൻ ഓണം അങ്ങനെ ആഘോഷിക്കാറില്ല. ബോംബെയിലായിരുന്നപ്പോ ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്, നാട്ടിലൊന്നും ഞാൻ ആഘോഷിച്ചില്ല. ജോണിന്റെ ആഘോഷം എങ്ങനെയാണ്? നേരത്തെയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഗെയിംസ് എല്ലാം ഉണ്ടായിരുന്നു. ഒരു നമുക്ക് ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു നാട്ടില്. അവരുടെ ഒരു ദിവസം ഫുള്ള് പരിപാടിയാ ഓണത്തിന്റെ തലേദിവസം മൊത്തം സെറ്റിങ്ങും സ്റ്റേജ് പരിപാടിയും. എന്റെ സ്ഥലം ഭയങ്കര ഗ്രാമമാണ്, കാടിനോട് ചേർന്നാണ്. അപ്പം അതിന്റെ ആയതുകൊണ്ട് നാട്ടുകാരാ ഫുള്ള്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേജൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് ഓരോ ഗെയിംസ് തുടങ്ങും രാവിലെ. അപ്പം അങ്ങനെ ഓണായി പോവും. ചേട്ടന്മാരുണ്ടാവും, ചേച്ചിമാരുണ്ടാവും, പിന്നെ സീനിയേഴ്സ് ഉണ്ട്. അത് ലാസ്റ്റ് ചെയ്ത് കഴിയുന്നത് ഒരു ഓണത്തല്ലിലൂടെ ആയിരിക്കും കഴിയുന്നത്. ഓണത്തല്ലുണ്ട് ശരിക്കും. ഓണത്തല്ല് എങ്ങനെയാ? എന്തെങ്കിലും കാരണം ഉണ്ടാക്കി നിങ്ങൾ ഓണത്തല്ല്? എല്ലാ ഓണത്തല്ലും ഈഗോയുടെ പേരാണ്. ഇപ്പൊ തല്ലുകളെല്ലാം ഈഗോ ആണ്. അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കോമഡി ആയിരിക്കും. നമ്മൾ കഴിയാറാകുമ്പത്തിന് ഓരോരുത്തൊക്കെ വലിച്ചെടുത്തോണ്ടായിരിക്കും പോകുന്നത്. പക്ഷെ രസമാണ്. അത് കാണാൻ തന്നെ അടുത്ത വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ജനറൽ നോളജ് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ്. വീണ്ടും തോക്കും. വീണ തോക്കോ ജോൺ തോക്കോ എന്ന് ഞാൻ ഏകദേശം ഇപ്പൊ തീരുമാനാക്കും. ആദ്യം ഞാൻ വീണയോട് ചോദിക്കണോ ജോണിനോട് ചോദിക്കണം? ജോണിനോട് ചോദിക്കാം. മൃഗങ്ങളുടെ പേര് വരുന്ന 5 മലയാള സിനിമകൾ. പുലിമുരുകൻ, വെള്ളിമൂങ്ങ. ഓക്കെ, പിന്നെ പക്ഷിയാണ്. എന്നാലും പോട്ടെ, വീട്ടില് പറയണം. ഇത്ര ടൈം എടുക്കരുത്. ആന, കുതിര, മാൻ എല്ലാം ആലോചിക്ക്. ടൈം ഔട്ട്. ഏതൊക്കെ അറിയോ? പുലിമുരുകൻ പറഞ്ഞു, വെള്ളിമുങ്ങ പറഞ്ഞു, ടൈഗർ സുരേഷ് ഗോപി സാറിന്റെ ടൈഗർ, പിന്നെ ആട് കസ്തൂരിമാൻ, നരസിംഹം, പുലിവാൽ കല്യാണം. അച്ഛൻ എന്താണിത്? ഓക്കെ, ഇനി അടുത്തത് വീണയ്ക്കാണ്. വാഹനങ്ങളുടെ പേര് വരുന്ന 5 സിനിമകൾ. എ ഓട്ടോ, ബസ് കണ്ടക്ടർ. അല്ല, പറ്റില്ല. ബസ് കണ്ടക്ടർ പറ്റൂല. ബസ് പേരല്ലേ? അല്ല, അതിനകത്തില്ലായിരിക്കും. പറയാൻ പറ്റത്തില്ല നമുക്ക്. ശരി, ബസ് കണ്ടക്ടർ എങ്കിൽ ബസ് കണ്ടക്ടർ. അടുത്തത് ഇപ്പൊ ഏതൊക്കെ പറ? എ ഓട്ടോ, ബസ് ബൈസിക്കിൾ തീവ്സ്. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. 3 എണ്ണം. തീവണ്ടി, ദി കാർ. ഞാൻ പറയാൻ വന്ന അപ്പോഴേക്ക് സമയം കഴിഞ്ഞു. അതാണ് പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. ഇനി അടുത്ത ജോണിനോടാണ്. ഇത് ജോണിന് പറ്റും. കായിൽ തുടങ്ങുന്ന 5 മൃഗങ്ങൾ. മലയാളം. പക്ഷി പറയും. കസ്തൂരിമാൻ. അടിപൊളി. കസ്തൂരിമാൻ. പിന്നെ മൃഗങ്ങളെ പക്ഷികൾ പറയാൻ പറ്റുമോ? പക്ഷികൾ പറയാൻ പറ്റുമോ? പറ്റില്ല. ഓൺലി മൃഗം. കോക്രോച്ച് പറ്റില്ല. ഇൻസെക്ട് പറ്റില്ല. മൃഗം. ഇപ്പൊ പറഞ്ഞത് അതൊക്കെ ഏത് മാൻ? ഇല്ല, അങ്ങനെ ഒരു മാനൊന്നുമില്ല. കേഴമാൻ എന്നൊരു മാങ്ങ ഈ ലോകത്തില്ല. ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കാടിന്റെ അടുത്ത് താമസിക്കും, നമ്മളോടൊക്കെ ഇറങ്ങി വരാറുണ്ട് സാധനം. കേഴമാനോ? ശരി, പെൻഡിങ് വെക്കാം. ബാക്കി പറ. കരടി. വെരി ഗുഡ്. കരടി. അതുപോലെ തന്നെ കരടി പോലെ തന്നെ കഴുതയുണ്ട്. കഴുത, കടുവ, കുതിര. എപ്പോ പറഞ്ഞു? ടൈം ഔട്ട് ആയി. പക്ഷേ എത്ര പറഞ്ഞു? 3 എണ്ണം. അതിൽ കേഴമാൻ ഞാൻ കൂട്ടിയതാണ്, അല്ലെങ്കിൽ 2 എണ്ണം. ഇനി അടുത്തത് നമ്മൾ വീണയ്ക്കാണ്. ടഫ് ക്വസ്റ്റ്യൻ അല്ല, അതാണ് ഞാൻ പറയാം. നിങ്ങൾ കുറച്ചുകൂടെ എന്റെ പോലെ ഒരു സ്റ്റാൻഡേർഡിൽ ഉയർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിൾ ആയിരിക്കും.
സ്ഥലപ്പേര് വരുന്ന 5 മലയാള സിനിമ. സ്ഥലപ്പേര് 5 മലയാള. ഗ്ലോറിയ ഫെർണാണ്ടസ് ഫ്രം USA. ഞങ്ങള് വേറെ ടീമാണ് അറിയുന്നത്. എന്ത് ഞാൻ കേട്ടില്ല. ഗ്ലോറിയ ഫെർണാണ്ടസ് ഫ്രം USA ഉണ്ട്. ബാബു ആന്റണിയുടെ ഹസ്ബൻഡ്സ് ഇൻ ഗോവ. ഹസ്ബൻഡ്സ് ഇൻ ഗോവ. ഓക്കെ, ഗോവ. വേണമെങ്കിൽ ജോൺ ആലോചിച്ചോളൂ, ഞാൻ ജോണിന് പാസ് തരാം. ടൈം ഔട്ട്, ടൈം ഔട്ട്. പറ മോളെ. പറഞ്ഞു, കുഴപ്പമില്ല, ചേച്ചി കേട്ടോളാം. പറ. വരുന്നില്ല, പോരട്ടെ കൊണ്ട് പറ. പക്ഷെ മറന്നുപോയി. അതാണ് എത്ര ആലോചിച്ചേ. അറിയോ? പാസ് ഏതെങ്കിലും പറയാനുണ്ടോ? വാമനപുരം ബസ് റൂട്ട് ഉണ്ട്. വാമനപുരം ബസ് റൂട്ട്. ഓക്കെ. പിന്നെ കണ്ണൂർ പടമുണ്ട്. കണ്ണൂർ ഡീലക്സാ. കണ്ണൂർ പടമുണ്ട്. കണ്ണൂർ. പിന്നെ തൃശ്ശൂർ, പേരൂർ, തൃശ്ശൂർ പൂരം, പിന്നെ കായംകുളം കൊച്ചുണ്ണി. അടിപൊളി. പക്ഷെ മാർക്കില്ല, ജസ്റ്റ് ഒരു പാസ്. കുഴപ്പമില്ല. അങ്ങനെ കൊച്ചി രാജാവ് ഉണ്ടായിരുന്നു. കൊച്ചി രാജാവ്, ന്യൂഡൽഹി. അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നല്ലേ? ഞാൻ എഴുതി വെച്ചിട്ടില്ല. നോക്ക്, ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇതെന്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ കൊച്ചി രാജാവ്, ന്യൂഡൽഹി, തെങ്കാശിപട്ടണം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പോട്ടെ. ഇനി അടുത്തത് ജോണിനാണ്. ഇപ്പോഴത്തെ പുതിയ 5 മന്ത്രിമാർ. പിണറായി വിജയൻ സാറുണ്ട്. പെട്ടെന്ന് വേണം. പിണറായി വിജയൻ സാർ. ഓക്കെ. വീണ ജോർജ് ഉണ്ട്. വീണ ജോർജ് ഉണ്ട്. വീണ രക്ഷപ്പെട്ടു അല്ലേ? രണ്ടുപേരെ അറിയത്തുള്ളൂ, പേരെനിക്ക് അറിയത്തില്ല. പറഞ്ഞോ. ആന്റണി, നമ്മുടെ ട്രിവാൻഡ്രത്തെ MLA. ആന്റണി അതൊരു പേരല്ലേ? 2 പറഞ്ഞു ഇപ്പൊ. ഇനി 3 പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് പിണറായി വിജയൻ സാറ്, വീണ ജോർജ് പറഞ്ഞു. പിന്നെ ഏതാ പറഞ്ഞ? പിന്നെ ചിഞ്ചുറാണി ഉണ്ട്. ചിഞ്ചുറാണി. പിന്നെ നമുക്ക് P രാജീവ് ഉണ്ട്. പിന്നെ R ബിന്ദു. അങ്ങനെ കുറെ പേരുണ്ട്. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓക്കെ. അടുത്തത് വീണയ്ക്ക് എളുപ്പമുള്ളതായി പോയല്ലോ. പോട്ടെ. മമ്മൂട്ടി, മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ച 5 മലയാള സിനിമകൾ. ഹരികൃഷ്ണൻ, മദ്രാസ് മെയിൽ, നമ്പർ 20 മദ്രാസ് മെയിൽ. മോഹൻലാൽ 2020. മൂന്നെണ്ണായി. നരസിംഹം. ഓക്കെ. വെൽ ഡൺ ബൈ ബോയ്. ഇനി ഒരെണ്ണം കൂടി പറഞ്ഞാൽ മതി. ടൈം ഔട്ട്. വേറെ പഴയ സിനിമയാണ്. അടിയൊഴുക്കുകൾ എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ ഉണ്ട്. പഴയ സിനിമ. ഇപ്പൊ അത്യാവശ്യം പക്ഷെ 4 പറഞ്ഞു. മെയിൻ 4 സിനിമകൾ പറഞ്ഞു. ഇനി അടുത്തത് വീണ്ടും ഞാൻ ജോണിലേക്ക് വരികയാണ്. മായിൽ തുടങ്ങുന്ന 5 മലയാള സിനിമ നടികൾ. മഞ്ജു വാര്യർ. ഞാൻ കരയും. വേറെ മഴയാ? അല്ല, പഴയ നടി മഡോണ സെബാസ്റ്റ്യൻ. ഓക്കെ. പിന്നെ വെരി സോറി, ടൈം ഔട്ട്. മേനക. വെറും മേനക, മഞ്ജിമ മോഹൻ, മമത മോഹൻദാസ്, മിയ, മൈഥിലി. ലോഡ് ഓഫ് മലയാളി നടിമാർ. ലാസ്റ്റ് ഇംഗ്ലീഷ് വാക്ക് വരുന്ന 5 മലയാള സിനിമകൾ. കോൾഡ് കേസ്. ഓക്കെ. ലാസ്റ്റ് അഭിനയിച്ചൊക്കെ പറ. ലവ്. ഇനി ക്രിസ്ത്യൻ ബ്രദേഴ്സ്. വാവ്. ഇനി 2 കൂടി പറഞ്ഞാൽ മതി. പറയൂ. സ്പാനിഷ് മസാല. അല്ല, സ്പാനിഷ് മസാല ഇംഗ്ലീഷ് കൂടെ. ഓക്കെ. സ്പാനിഷ് മസാല. ഓക്കെ. 4 എണ്ണാണ് പറഞ്ഞത്. അപ്പൊ ടൈം ഔട്ടായി. മനസ്സിലേതെങ്കിലും ഉണ്ടായിരുന്നോ? ഗ്രാൻഡ് മാസ്റ്റർ, മാസ്റ്റർ പീസ്, അതൊക്കെ ഉണ്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ്സ്. കുറെ ഉണ്ട്. പക്ഷെ ഈ ആവശ്യത്തിന് കത്തണമല്ലോ, അതാണല്ലോ നമുക്കില്ലാത്തത്.
പോട്ടെ. പക്ഷെ ഇതിൽ ജയിച്ചിരിക്കുന്ന വീണയാട്ടോ. വീണയാണ് എല്ലാം 4ഉം 5ഉം ഒക്കെ ആൻസർ പറഞ്ഞു. ജോൺ എല്ലാം 2-ൽ ഇങ്ങനെ 2-3 അങ്ങനെ ഒതുക്കി. ഞാൻ ജോണിന് ഒരു ടാസ്ക് തരാൻ പോവാണ്. അതായത് വലിയ പാടുള്ള ടാസ്ക് ഒന്നുമല്ല, സിമ്പിൾ ആണ്. ജോണിന്റെ ഈ ലുക്കും ഓണവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഒരു മോഡലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് റെഡ് കാർപ്പറ്റ് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണല്ലോ. നമുക്ക് പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഒരു റാമ്പ് വാക്ക് ആയാലോ? എന്ത് പറയുന്നു? ബുദ്ധിമുട്ടുണ്ടാവോ? നീ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ട് ഇവിടുന്ന് പോകാൻ പറ്റൂ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നില്ലല്ലോ, ശാസ്ത്രീയമുണ്ടല്ലോ. ഒരുമിച്ച് ചെയ്യാം. കാരണം കപ്പിളായിട്ടാണ് ഞാൻ കൂടുതൽ ഇറങ്ങിക്കുന്നത്. ഓ അങ്ങനെ ഞാനുണ്ടെങ്കിൽ ചെയ്യുള്ളൂ. അതെ, എന്നാ ശരി, ഞാനുണ്ട്. റെഡി.